നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സിറിയയിലെ പുതിയ ഇസ്ലാമിക ഭരണാധികാരികളുമായി ബന്ധമുള്ള തോക്കുധാരികളും സുരക്ഷാ സേനയും ചേർന്ന് ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രാർത്ഥനാ അഭ്യർത്ഥനയുമായി സിറിയയിലെ ഉന്നത ക്രിസ്ത്യൻ നേതാക്കൾ. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് സിറിയയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അടിയന്തര അഭ്യർത്ഥന പുറപ്പെടുവിച്ചു. വേദനയുടെയും കഷ്ടപ്പാടിന്റെയും ഈ സമയങ്ങളിൽ സമാധാനത്തിന്റെ ഏക ഉറവിടമായ പ്രാർത്ഥനയിലേക്ക് നാം തിരിയേണ്ടതുണ്ടെന്നും എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് അറിയിച്ചു. എല്ലാ വിശ്വാസികളും കർത്താവിന്റെ മുൻപിൽ ശബ്ദം ഉയർത്തണമെന്നും ഏറ്റവും ആവശ്യമുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിന് അവിടുത്തെ സ്നേഹത്തിലും ശക്തിയിലും ആശ്രയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് റെജിന ലിഞ്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബ്യൂണസ് ഐറസ് പ്രവിശ്യയിലെ ബഹിയ ബ്ലാങ്ക നഗരത്തിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ 16 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 900-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. കാര്യമായ ഭൗതിക നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യാശയുടെ സന്ദേശം പകരുന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. നിരവധി പേരുടെ മരണത്തിനും ഭൗതിക നാശനഷ്ടങ്ങൾക്കും കാരണമായ ബഹിയ ബ്ലാങ്ക മേഖലയെ ബാധിച്ച പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. മരിച്ചവരുടെ ആത്മശാന്തിക്കായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശത്തിലൂടെ അറിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മെക്സിക്കോയിൽ നടന്ന ഫെമിനിസ്റ്റ് പ്രക്ഷോഭത്തിനിടെ കത്തീഡ്രലുകൾക്കും അനുബന്ധ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ വരുത്തി പ്രക്ഷോഭകാരികൾ. ജാലിസ്കോ സംസ്ഥാനത്തെ പരിശുദ്ധ മറിയത്തിന്റെ അവർ ലേഡി ഓഫ് ദി അസംഷൻ കത്തീഡ്രൽ ബസിലിക്കയിലാണ് ഗർഭചിത്രത്തിനും കത്തോലിക്ക സഭയ്ക്കെതിരായ ആക്രമണങ്ങൾക്കും അനുകൂലമായ മുദ്രാവാക്യങ്ങൾ എഴുതിവെക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ അക്രമികൾ പ്രധാന വാതിലിന് തീയിടുന്നതും കാണാൻ സാധിക്കും. സംഭവത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ആൽബർട്ടോ കവാസോസ് അരിസ്പെ ഖേദം പ്രകടിപ്പിച്ചു. ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ കർമ്മസേന രൂപീകരിക്കുവാനൊരുങ്ങി കത്തോലിക്ക കോൺഗ്രസ്. പ്രസ്തുത കർമ്മസേന പ്രദേശങ്ങളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും പൊതുയിടങ്ങളിൽ നിരീക്ഷണങ്ങൾ നടത്തുകയും ഗൗരവമായ കാര്യങ്ങൾ സർക്കാർ, പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിവിധ തലങ്ങളിൽ ബോധവൽക്കരണങ്ങളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുവാനും കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ്, ഫൊറോന, രൂപത ഗ്ലോബൽ സമിതികളോട് ചേർന്ന് യൂത്ത് വനിതാ കൗൺസിലുകളും ലഹരിവിരുദ്ധ കർമ്മസേനയ്ക്ക് ശക്തമായ നേതൃത്വം വഹിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ കടപ്പ രൂപതയുടെ പുതിയ മെത്രാനായി ഫാദർ ഡോക്ടർ പോൾ പ്രകാശ് സജിനലയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പിട്ടിരുന്നു. ഹൈദരാബാദ് സെന്റ് ജോൺ സെമിനാരിയിൽ പ്രൊഫസറായി സേവനം ചെയ്യുന്നതിനിടയിലാണ് കടപ്പ രൂപതയുടെ മെത്രാനായി ഫാദർ ഡോക്ടർ പോൾ പ്രകാശ് സജിനലയെ നിയമിതനാക്കിയിരിക്കുന്നത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.